കാരണം നിനക്ക് ഞങ്ങളെ കുറിച്ച് അറിയാവുന്ന രഹസ്യം അത്ര വലുതായി പോയില്ലേ? നീ എന്തോടി കരുതിയത്? തറവാട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങി പോയാല് ഞങ്ങൾക്ക് നിന്നെ കണ്ടെത്താൻ പറ്റില്ലെന്നോ? അതിന് ഞങ്ങൾ ചാകണം. ഏതായാലും നീ ഇറങ്ങിയല്ലോ. നിന്റെ അച്ഛനും അമ്മയും പോയടത്തേക്ക് ഇന്ന് തന്നെ ഞങ്ങൾ നിന്നെ അയച്ചേക്കാം. അയ്യോ, ആരാ? അയ്യോ, എന്റെ കുഞ്ഞിന് എന്താ ചെയ്യുന്നത്? വിട് ചേച്ചി. എന്നെ കുറെ പേര് കൊല്ലാൻ ഓടിക്കുക. അവരുടെ കൈ കിട്ടിയ അവരെന്നെ കൊല്ലും. എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. കുട്ടി ആരാ? അതൊക്കെ ഞാൻ പറയാം. അവരെന്റെ പുറകെ ഉണ്ട്. ഇപ്പൊ ഇവിടെ എത്തും. കാണിച്ചോടുത്ത ഇവിടെ ഇട്ട് അവരെന്നെ കൊല്ലും. എനിക്ക് ജീവിക്കണം. എന്നെ കാണിച്ചു കൊടുക്കല്ലേ. ഞാൻ ദൈവത്തിനെ പോലെ കണ്ടു പറയുകയാണ്. അവരിവിടെ വരൂന്നുള്ള കാര്യം ഉറപ്പാണോ? ഉറപ്പ്. അവരെന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതെ, ഇവിടെ ആരുമില്ലേ? ഇറങ്ങി പുറത്തോട്ട് വരൂ. ഒന്ന് ഇറങ്ങി വന്നേ. ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വരൂ. ചേച്ചി, ഇവിടെ നിൽക്ക്. ഇറങ്ങി വന്നേ. കുഞ്ഞി ഇവിടെ നിൽക്ക്. എന്താ തമ്പ്രാക്കളെ? ഒരു പെൺകുട്ടി ഇങ്ങോട്ട് ഓടി വന്നിരുന്നോ? ഇല്ല, ഇവിടെ ഞാനും എന്റെ മോളും മാത്രമേ ഉള്ളൂ. ഏട്ടാ, ഇവരറിയാതെ അവൾ വീട്ടിനകത്ത് കയറിയിട്ടുണ്ടെങ്കിലോ? വാ, നമുക്ക് കയറി നോക്കാം. എന്താ തമ്പ്രാക്കളെ, എന്റെ കുടി ഈ കാണുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ആര് വന്ന് കേറാനാ? അല്ല, ആരാ അത്? അത് മാനസിക നില തെറ്റിയ ഒരു കുട്ടിയാ. വീട്ടിൽ നിന്ന് വാതിൽ തുറന്ന് ഓടിപ്പോയി. ഞങ്ങൾക്ക് കണ്ടെത്താതെ നിവൃത്തിയില്ലല്ലോ. ഞങ്ങളുടെ അനന്തരവളായി പോയില്ലേ. ഈ വഴി എങ്ങാനും വരുവാണെങ്കിൽ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിക്കണം. ശരി തമ്പ്ര. ഇതുവഴി ഇനി മുന്നോട്ട് കാടാണോ? അല്ല തമ്പ്ര, കാട് ആ ഭാഗത്താണ്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ ദേശമംഗലം അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. നിനക്ക് കെട്ടിയവനില്ലേ? ഇല്ല, മരിച്ചുപോയി. അഭയം അന്വേഷിച്ചു പോകാൻ സാധ്യതയുള്ളത് അമ്പലത്തിലേക്കുള്ള വഴിയാ. നമുക്ക് അതുവഴി ഒന്ന് പോയി നോക്കാം. എന്നിട്ട് തിരിച്ച് ഇതുവഴി തന്നെ വരാം. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അങ്ങനെ ഒരുത്തി ഇവിടെ ഓടി വന്നാൽ അവളെ ഇവിടെ പിടിച്ചു നിർത്തിക്കൊള്ളണം. ഇതെന്റെ മോളാണ്. വാ കുട്ടി, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. അവർ ഈ വഴി തന്നെ തിരിച്ചു വരൂന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അയ്യോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. തമ്പ്രാക്കന്മാര് ഞങ്ങളെ കൊന്നുകളയും. ചേച്ചി, എനിക്ക് ആരുമില്ല. അച്ഛനും അമ്മയൊക്കെ മരിച്ചു. അവര് പറഞ്ഞതുപോലെ എനിക്ക് മാനസിക രോഗമൊന്നുമില്ല. അവരെന്നെ അങ്ങനെ ആക്കിയതാണ്. അവര് കുട്ടിയുടെ വേണ്ടപ്പെട്ടവരല്ലേ? അമ്മാവന്മാരാണ്. വെറും അമ്മാവന്മാരല്ല, കാലന്റെ രൂപത്തിലുള്ളവര്. എനിക്കിത്തിരി വെള്ളം തരുമോ? മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അച്ഛനും അമ്മയ്ക്കും ഞാനൊരൊറ്റ മോളായിരുന്നു. അച്ഛന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. ഇപ്പൊ എന്നെ ഓടിച്ചു വന്നവരില്ലേ, അതെന്റെ അമ്മയുടെ സഹോദരന്മാരാണ്. പെട്ടെന്ന് അച്ഛൻ മരിച്ചു. കച്ചവടം ചെയ്ത് വരുന്ന വഴിയിൽ വീട് മരിച്ചു കിടക്കുകയായിരുന്നു. അന്നു മുതൽ വീടിന്റെയും സമ്പത്തിന്റെയും കാര്യങ്ങൾ നോക്കിയിരുന്നത് അമ്മാവന്മാരാ. ഒരു ദിവസം
രണ്ടുപേരും എന്റെ സ്വന്തം രക്തമല്ലടാ. ദൈവങ്ങളെ പോലെ വിശ്വസിച്ചല്ലേ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും. എന്നിട്ട് എന്തിനാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ നിങ്ങൾ ഇല്ലാതാക്കിയത്? ചേച്ചി വെറുതെ ഇല്ലാ കഥകളൊന്നും പറയണ്ട. ഇല്ല കഥയല്ല, യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്ന കുഞ്ഞാമ്പനാണ് എന്നോട് ഈ കഥ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരുമാണ് അദ്ദേഹത്തെ കൊന്നതെന്ന്. അദ്ദേഹത്തെ ഇല്ലാതാക്കിയ ഈ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതിയല്ലേ നിങ്ങളത് ചെയ്തേ. പക്ഷെ ഇതൊന്നും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നില്ല. രണ്ടുപേരും ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കൂ. അല്ലെങ്കിൽ കൊട്ടാരത്തിലെത്തി തമ്പുരാനോട് പരാതി പറഞ്ഞ് രണ്ടിനെയും കാരാഗ്രഹത്തിൽ അടപ്പിക്കും ഞാൻ. ഓ, ചേച്ചി അവിടം വരെയൊക്കെ ചിന്തിച്ചോ? അപ്പൊ ഞാനും ചേട്ടനും ഇറങ്ങണം. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മറക്കണം. എന്താ ചേട്ടന്റെ അഭിപ്രായം? കൂടപ്പറപ്പല്ലേ എന്ന് കരുതി വെറുതെ വിട്ടല്ലേ. ഞാൻ അന്നേ പറഞ്ഞല്ലേ അത് അബദ്ധമാവുന്നു. ഇവിടെ കൂടി അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം. ആ, അച്ഛൻ മരിച്ചപ്പോഴേ ഈ അമ്മാവന്മാരെ നിന്നെ ആശ്വസിപ്പിച്ചില്ലേ? വിധിയില്ല മോളെ, ഈ അമ്മയ്ക്ക് നിന്നെ വിട്ടുപോകാൻ സമയമായി. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ അമ്മയൊന്നും ചെയ്യരുത്. എന്നെ കൊല്ലാനാണോ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ അമ്മയൊന്നും ചെയ്ത് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം അമ്മാവന്മാരെ. മോള് സുരക്ഷിതായിരിക്കുന്ന കരുതിയല്ലേ അമ്മമാര് പുറത്തുനിന്ന് പൊട്ടിയത്? ചെന്നവിടെ അടയൊതുക്കിനേടി. അമ്മയുടെ അടക്കം നടക്കുമ്പോൾ പോലും എന്നെ ഒന്ന് അടുത്തിരുത്തിയില്ല. വന്നവരോടൊക്കെ അമ്മയുടെ മരണത്തോടെ എന്റെ മാനസിക നില തെറ്റിപ്പോയെന്ന് പറഞ്ഞു. എന്നൊരു മുറിയിൽ അടച്ചിട്ട് പൂട്ടി. അമ്മാവന്മാർക്ക് കരുത്തുണ്ടല്ലോ, അവർക്ക് സമ്പത്ത് മുഴുവൻ കിട്ടി. എനിക്കൊരു മുറിയിൽ ഇരുട്ട് മാത്രം. കരയില്ലേ ചേച്ചി, കരയില്ലേ. മനുഷ്യന്മാർക്ക് ഇത്ര ക്രൂരത കാണിക്കാൻ പറ്റുമോ? സ്വന്തം സഹോദരിയെ കൊല്ലുകയോ? ഒക്കെ എന്റെ വിധിയാ. അച്ഛനും അമ്മയും കൊന്നിട്ട് അവരെന്തിനാ എന്നെ ജീവനോടെ ഇട്ടത്? എന്തെങ്കിലും ചെയ്ത് എന്നെയും കൂടെ അങ്ങ് കൊല്ലാമായിരുന്നില്ലേ? കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിനുള്ള ദിവസം ആയിട്ടില്ലായിരിക്കും. ഞാൻ ഇത്തിരി ഭക്ഷണം എടുത്ത് തരട്ടെ, ആദ്യം അത് കഴിക്കാം. ഇനി കരയില്ല. ചേച്ചി പേടിക്കണ്ട കേട്ടോ. ഞങ്ങളോട് ദേശമംഗലത്തമ്മയോട് പ്രാർത്ഥിച്ചാ മതി, ഒരു കുഴപ്പം ഉണ്ടാവില്ല. നേരെ ഒരുപാട് വൈകി, ഒരുപാട് ക്ഷീണം ഉള്ളതല്ലേ. കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ഞങ്ങൾ കാണിച്ചു കൊടുക്കില്ല. ഇത്രയും സങ്കടമുള്ള ഒരാളെ ഞങ്ങളും കൂടി സങ്കടപ്പെടുത്തില്ല. അവൾ എവിടെ പോയി ഒളിച്ചു എന്നൊരു ധാരണയും കിട്ടുന്നില്ലല്ലോ. ദേശമംഗലത്തെ ആളുകളൊക്കെ മനുഷ്യത്വമുള്ളവരാ. ഏതെങ്കിലും അടുക്കളയിലോ കൊള്ളാവുന്ന നിലവറയിലോ ഒക്കെ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും. കരഞ്ഞ് കാല് പിടിച്ച് അവളെല്ലാം പറഞ്ഞിട്ടും ഉണ്ടാവും. അവൾ ആരോട് എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. അവളെ കയ്യിൽ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അവള് ദേശമംഗലത്തിന്റെ മണ്ണിലുണ്ടെങ്കിൽ കണ്ടെത്തി തരാന്ന് ചിത്രഭാനിത്തം വരെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സൈന്യം കൂടെ അന്വേഷിച്ചാൽ കണ്ടെത്താതിരിക്കുവോ? ചിത്രഭാനു തമ്പുരാൻ
ഉറ്റ സുഹൃത്തിനെ പോലെയാണ് പെരുമാറിയത്. അന്വേഷണത്തിന്റെ കാര്യത്തിൽ തമ്പുരാൻ വിട്ടുവീഴ്ച കാണിക്കില്ല. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് തമ്പുരാന്റെ ഭടന്മാർ അവളെ നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കും. തിരിച്ചവളെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനാണോ? മച്ചമ്പിയുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുമ്പോ ഏട്ടന്റെ കൈ വിറച്ചോ? നേർബങ്ങളുടെ ശ്വാസമെടുത്തപ്പോ എന്റെ കൈ വിറച്ചോ? അത് രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത്തിരിയില്ലാത്ത ഇവളുടെ കാര്യത്തിൽ കൈയും മനസ്സും വിറയ്ക്കുന്ന എന്തിനാ? കാണുന്ന നിമിഷം അത് തന്നെയായിരിക്കണം അവളുടെ അവസാനം. നീ വേണമെങ്കിൽ തിരിച്ചു പോയിക്കോ. ഞാൻ ദേശമംഗലത്ത് എവിടെയെങ്കിലും തങ്ങിക്കോളാം. അവളുള്ള മണ്ണിൽ നിന്ന് ഒന്നുമില്ലാതെ തിരിച്ചു പോകാനോ? അതൊരിക്കലും ഉണ്ടാവില്ല. അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ദേശമംഗലത്തിന്റെ അതിർത്തിയിൽ ഒരു സത്രമുണ്ട്. നമുക്കവിടെ തങ്ങാം. ഇടയ്ക്കൊന്നിറങ്ങി അന്വേഷിക്കുകയും ചെയ്യാം. അവളെ മാത്രമല്ല, അവൾക്ക് സംരക്ഷണം കൊടുത്ത ആരെന്നറിഞ്ഞാൽ അവരെയും കൂടി പച്ചയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഈ മണ്ണ് വിടും. വാ. ആരാ ആരാ? ആഹാ, വേദക്കുട്ടിയോ? ഇതാരാ വല്യമ്മേ? മോളിങ് വാ. പേടിക്കണ്ട, എന്റെ കൂട്ടുകാരിയാണ് വേദക്കുട്ടി. ആ കുട്ടി ആരോടെങ്കിലും പറയുമോ? വേദക്കുട്ടി നല്ലവളാ. അവൾ ആരോടും പറയില്ല. ചേച്ചിയുടെ കാര്യമൊക്കെ മല്ലിയമ്മ എന്നോട് പറഞ്ഞു. വേദക്കുട്ടിയാ ഞങ്ങളുടെ കൂട്ടും ഞങ്ങളുടെ ധൈര്യവും. അച്ഛനും അമ്മയും മരിച്ചപ്പോ ചേച്ചി പൂട്ടിയിട്ടു എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഒരുപാട് ഉപദ്രവിച്ചോ? അയ്യോ, ഇതെന്താ? ഒരു ദിവസം മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ അമ്മാവന്മാര് ഇനി ഒരു തവണ കൂടി നിനക്ക് മുറിയിൽ നിന്ന് പുറത്തിറക്കാൻ തോന്നിയാൽ ഇത് നിനക്ക് ഓർമ്മയുണ്ടാവണം. ഇപ്പൊ കാലില്, ഇനി വെക്കുന്നത് നിന്റെ കഴുത്തിലായിരിക്കും. നിന്നെ കൊല്ലാൻ അറിയാഞ്ഞിട്ടല്ല, ചില ചടങ്ങുകൾ കൂടി ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. ചേച്ചി എത്രമാത്രം വേദന സഹിച്ചല്ലേ? ഇതിനൊക്കെ അവർക്ക് ദൈവത്തിന്റെ ശിക്ഷ കിട്ടിക്കോളും. അല്ല, പിന്നെ ചേച്ചി എങ്ങനെ ഇവിടം വരെ എത്തി? ഞാനത് ചോദിക്കാൻ മറന്നുപോയി. അതെ, പട്ടിണി വിധിച്ച് ഇരുട്ടിലേക്ക് തള്ളിയപ്പോ പിന്നെ ഞാൻ വെളിച്ചം കാണുമെന്ന് കരുതിയില്ല. അവിടെ കിടന്ന് അവസാനിക്കുന്നു തന്നെയാണ് കരുതിയത്. പക്ഷെ ദൈവത്തെ പോലൊരു വെളിച്ചം എന്റെ മുഖത്തേക്ക് വന്നു. മോളെ, അമ്മാവന്മാര് ദൂരെ എവിടേക്കോ പോയിരിക്കുകയാണ്. മോൾ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോ? ഞങ്ങള് വെറും ജോലിക്കാരികളല്ലേ മോളെ. എന്തൊക്കെ കൺമുന്നിൽ കണ്ടാലും അത് വിഴുങ്ങിയല്ലേ പറ്റൂ. മോളെയും കൂടി ഇതിനകത്തിട്ട് കൊല്ലുന്നത് കാണാൻ എനിക്ക് വയ്യ. എങ്ങോട്ടെങ്കിലും പോ. എന്നെ തുറന്നു വിട്ടാ ചേച്ചിയെ അവര്. എന്നെ ജോലിക്കാരി എന്ന അകലം മോൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്രയോ തവണ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇവിടുന്ന് ആരും കാണാതെ ഓരോന്ന് എടുത്തു തന്നിരിക്കുന്നു. ആ നന്ദിയൊന്നും ഞാൻ മറക്കില്ല. എനിക്ക് പോണം ചേച്ചി. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അതെനിക്ക് സാധിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ചത്താലും വേണ്ടില്ല. മോള് ചെല്ല്. അമ്മേ ഭഗവതി കാത്തോളേ.
ജീവിച്ചിരുന്നപ്പോ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു തവണയെങ്കിലും ആറ്റുകാൽ അമ്മയുടെ നടയിൽ പോയി പൊങ്കാല ഇടണമെന്ന്. എനിക്കത് ചെയ്യണം. അമ്മയുടെ നടയിൽ പോയി പൊങ്കാല ഇടണം. അത് കഴിഞ്ഞ് എന്നെ അവർ കൊന്നോട്ടെ. ആറ്റുകാലിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടല്ലോ. അത്രയും ദൂരം എങ്ങനെ പോവുക? അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. ജീവിതത്തിൽ ഈ ഒരു ആഗ്രഹമെങ്കിലും എനിക്ക് നടത്തണം. വേദക്കുട്ടി എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, യോഗിനി അമ്മയോട് ചോദിക്കാം. ആ, യോഗിനി അമ്മ മാർഗം പറഞ്ഞുതരും. കുഞ്ഞു വാ, നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം. ആ, ആരാ യോഗിനി അമ്മ? അത് ദൈവദൂതയെ പോലെ ഒരാളാണ്. കുട്ടികളെയൊക്കെ വലിയ ഇഷ്ടം. അവർ ആപത്തിപ്പെടുമ്പോഴൊക്കെ യോഗിനി അമ്മയാണ് രക്ഷിക്കുന്നത്. വളരെ കഴിവുള്ളവരാ. പിള്ളേര് പറഞ്ഞതാണ് ശരി. മോള് പറഞ്ഞതൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. യോഗിനി അമ്മയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. എന്റെ ആഗ്രഹം നടക്കുമല്ലോ അല്ലേ? നടക്കും മോളെ. നീ അനുഭവിച്ച സങ്കടങ്ങൾ ആറ്റുകാൽ അമ്മ കാണും. നിന്റെ ആഗ്രഹങ്ങൾ അമ്മ നടത്തിത്തരും. എന്താ? ഞങ്ങള് യോഗിനിയമ്മയല്ലേ വിളിച്ചത്? അതിന് കുട്ടി എന്തിനാ വന്നത്? അതോ, എന്നോട് യോഗിനിയമ്മ പറഞ്ഞിട്ടുണ്ട്. യോഗിനിയമ്മ ഇല്ലാത്ത സമയത്ത് ആർക്കെന്ത് സഹായം വേണമെങ്കിലും ചെയ്യണമെന്ന്. ഞങ്ങൾക്ക് യോഗിനിയമ്മയെ തന്നെ കാണണം. അതിന് യോഗിനിയമ്മ ഇല്ലല്ലോ. നിങ്ങൾ കാര്യം പറയൂ. കുട്ടിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയ കാര്യമാണ്. ആരാ പറഞ്ഞ് എന്നെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്? ഞങ്ങൾക്കും അറിയില്ലേ ഇത്തിരി പോന്ന കുട്ടിയെ കൊണ്ടൊന്നും പറ്റില്ലെന്ന്. നിങ്ങൾ പറയൂന്നേ. വേണ്ട വേണ്ട, യോഗിനിയമ്മ വന്നാലേ നടക്കൂ. യോഗിനിയമ്മയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്. എനിക്കുണ്ട്. എന്നാ ആ കഴിവൊന്ന് കാണിച്ചേ. എന്താ കാണിക്കേണ്ടത്? കുഞ്ഞിക്കിപ്പോ എന്താ വേണ്ടത്? കുഞ്ഞിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചോദിച്ചേ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്നാ എനിക്കൊരു പൂതാ. ഏത് പൂ? ഏത് നിറം? ഏതായാലും മതി. കുഞ്ഞൊന്ന് കൈ നീട്ട്. പൂവ് ഇതെങ്ങനെ? ഇപ്പൊ വിശ്വാസായോ? ഇത് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നല്ലേ? എന്നാ വേദകുട്ടി ഒരു ആഗ്രഹം പറഞ്ഞേ. ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പറയില്ല. വലിയ കഴിവുണ്ടെങ്കിൽ മനസ്സിന് കണ്ടുപിടിക്ക്. പറ്റില്ലല്ലേ? ആരാ പറഞ്ഞത് പറ്റില്ലെന്ന്? വേദകുട്ടിയുടെ കൈ നീട്ടിയേ. അയ്യോ, ഞാൻ ആഗ്രഹിച്ച തന്നെ. അപ്പൊ ശരിക്കും കഴിവുണ്ടോ? ഇനി സംശയമാണോ? ഇതെങ്ങനെ ഈ ശക്തി കിട്ടിയത്? അതോ, യോഗിനിയമ്മയുടെ കൂടെയല്ലേ എപ്പോഴും നടക്കുന്നത്. അപ്പൊ യോഗിനിയമ്മ കുറച്ച് ശക്തി എനിക്കും തന്നു. സത്യം? സത്യം. ഇനി കാര്യം പറ. അതെ, കുഞ്ഞിയുടെ വീട്ടിലൊരു ചേച്ചിയുണ്ട്. അതെങ്ങനെയാ പറ്റുക? അത്രയ്ക്ക് ആഗ്രഹിച്ചതല്ലേ. അപ്പൊ ദേവി അത് നടത്തിത്തരും. എങ്ങനെ? വേദകുട്ടിയും കുഞ്ഞിയും കുഞ്ഞിയുടെ അമ്മയും കൂടി ആ ചേച്ചിയെ കൂട്ടി നാളെ തന്നെ പുറപ്പെടണം. നാളെയാണ് പൊങ്കാല. അപ്പൊ അവര് കാണില്ലേ? കണ്ടാ ചേച്ചിയെ കൊല്ലും. അതൊന്നുമില്ല. ആര് തടഞ്ഞാലും ആ ചേച്ചി പൊങ്കാല ഇട്ടിരിക്കും. നിങ്ങൾക്ക് ദേവിയെ വിശ്വാസമുണ്ടോ? യോഗിനിയമ്മയെ വിശ്വാസമുണ്ടോ? ആറ്റുകാലമ്മയെ മനസ്സിൽ വിചാരിച്ച് ധൈര്യമായി ഇറങ്ങിക്കോളാൻ ആ ചേച്ചിയോടും കുഞ്ഞിയുടെ അമ്മയോടും പറയണം. വഴിയിൽ തടസ്സമുണ്ടായാൽ നിങ്ങൾ ആറ്റുകാലമ്മയെ വിളിച്ചാൽ മതി. സത്യമല്ലേ? ആ ചേച്ചി ഒരു പാവമാണ്. സത്യം.
അതെന്താണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ പ്രാർത്ഥന ആറ്റുകാലമ്മ കേട്ടു. ഇനി ദേവിയുണ്ട് നിങ്ങളുടെ കൂടെ. അമ്മേ ആറ്റുകാലമ്മേ, അമ്മേ ആറ്റുകാലമ്മേ, ദേവി ആറ്റുകാലമ്മേ, ദേവി ആറ്റുകാലമ്മേ, ആറ്റുകാലമ്മേ, ആറ്റുകാലമ്മേ. വേദക്കുട്ടി രാവിലെ തന്നെ വരും. വരുമ്പോ നമുക്ക് ഇറങ്ങാം. വേണ്ട, നിങ്ങൾ ആരും വരണ്ട. അതെന്താ? എനിക്ക് നിങ്ങൾ അഭയം തന്നു, ഭക്ഷണം തന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാവലിരുന്നു. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല. ഞാൻ തനിച്ചു പൊക്കോളാം. തനിച്ചു പോയിട്ട് വഴിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ? സംഭവിക്കട്ടെ. ഈ ഒരു ആഗ്രഹം കൂടി നടക്കാതെ എന്റെ ജീവൻ അങ്ങ് അറ്റുപോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. അതെ, യോഗിനിയമ്മയുടെ ശക്തിയിൽ നമുക്ക് നല്ല വിശ്വാസമാണ്. ചേച്ചിയോട് പൊയ്ക്കോളാൻ യോഗിനിയമ്മ പറഞ്ഞതാണല്ലോ. വേദക്കുട്ടിയോട് പറഞ്ഞു വിട്ടതല്ലേ? അപ്പോ ബാക്കിയൊക്കെ യോഗിനിയമ്മ നോക്കിക്കോളും. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളല്ലേ മോള്? ചേച്ചിക്ക് വേണ്ടി നിങ്ങൾ ആരുടെ ശത്രുക്കളാവരുത്. മോൾ ഇങ്ങനെ ഇവിടെ വന്ന് കയറുമെന്നോ മോൾക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്നോ ഒരിക്കലും കരുതിയിട്ടില്ല. ഇപ്പൊ എനിക്ക് തന്നെ തോന്നുന്നു ഇത് ദൈവത്തിന്റെ തീരുമാനമാണെന്ന്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു, നാളെ ആറ്റുകാലിൽ മോളോടൊപ്പം ഞങ്ങളും വരും. മോള് പൊങ്കാലയിടുന്നത് മനസ്സ് നിറഞ്ഞു കാണും. എന്തൊക്കെ തടസ്സങ്ങൾ വഴിയിലുണ്ടായാലും നമ്മൾ അവിടെ എത്തിയിരിക്കും. മോളെ ഞങ്ങൾ അവിടെ എത്തിച്ചിരിക്കും. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? ഞങ്ങളും ആരും ഇല്ലാത്തവരാ. ഞങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോ കുറെ പേർ ഞങ്ങളെ സഹായിച്ചു. അതുപോലെയാണ് ഇപ്പം മോളും. വേറെ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. നാളെ രാവിലെ നമുക്കിറങ്ങാം. പൊങ്കാലിടാനുള്ള കലമൊക്കെ വേദക്കുട്ടി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ ദൂരം നടക്കുമ്പോ പൊങ്കാലിടാനുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ടാവും. ആ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ കണ്ടുപിടിക്കില്ല. മനസ്സിൽ പേടി തോന്നുന്നുണ്ടെങ്കിലേ ദേവിയോട് പ്രാർത്ഥിച്ചാ മതി. ഞാൻ അങ്ങനെ ചെയ്യാറ്. എന്റെ ആറ്റുകാലമ്മേ, എനിക്ക് അമ്മയുടെ മുമ്പിൽ വെക്കാൻ വേറെ ഒരാഗ്രഹവും ഇല്ല. ഇത് സാധിച്ചു തരണേ. മുക്തിദായക നീ രക്തേശ്വരി ശക്തി സ്വരൂപിണി